പ്രിയപ്പെട്ട പ്രേക്ഷകർ, വീണ്ടും നമ്മൾ ആനക്കാഴ്ചയിലേക്കാണ്. കണ്ണുകൾക്ക് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ PT5 ആനയെ പിടികൂടാനുള്ള ദൗത്യം ഉടൻ ആരംഭിക്കും. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയും സംഘവും അല്പസമയത്തിനകം ദൗത്യമേഖലയിലെത്തും. സാഹചര്യങ്ങൾ അനുയോജ്യമായാൽ ഉടൻ തന്നെ മയക്കുപിടി വയ്ക്കാനാണ് തീരുമാനം. ഇപ്പോൾ കുങ്ങിയാനകളെ വിക്രമും ഭരതുമുണ്ട്. വിക്രത്തെയും ഭരത്തെയും പ്രേക്ഷകന് കാണാം. ഇക്ബാൽ ഇറക്കലുണ്ട്. ഇക്ബാൽ, കുങ്ങിയാനകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കുങ്ങിയാനകളെ നിയന്ത്രിക്കാനുള്ളവരും തയ്യാറായി കഴിഞ്ഞു. അരുൺ സഖറിയും സംഘവും കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണോ ഇക്ബാൽ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴയ്ക്ക് സമീപമുള്ള മാന്തുരുത്തി എന്ന് പറയുന്ന മേഖലയിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ PT5 എന്ന് പറയുന്ന ചുരുളിക്കൊമ്പൻ കാട്ടാനയെ വനവകുപ്പ് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ആനയുടെ സമീപത്തേക്ക് ഇപ്പോൾ ദൗത്യസംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അവിടേക്ക് ഇപ്പോൾ കുങ്കിയാനകൾ എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ദൗത്യം നടത്തുന്നതിന് വേണ്ടിയുള്ള ഷൂട്ടർമാരും ഇപ്പോൾ ഈ ദൗത്യ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നുള്ള RRT സംഘവും ഈ ദൗത്യ സ്ഥലത്തേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ പാറയ്ക്ക് തൊട്ടപ്പുറം ആ മേഖലയിലാണ് ഇപ്പോൾ ഈ PT5 എന്ന് പറയുന്ന ചുരുളിക്കൊമ്പൻ കാട്ടാനെ ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ആ മേഖലയിൽ വെച്ച് തന്നെ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി അവിടെ വെച്ച് തന്നെ ചികിത്സ നൽകാനാണ് ഇപ്പോൾ തീരുമാനം എന്ന് പറയുന്നത്. അനുയോജ്യമായിട്ടുള്ളൊരു മേഖലയാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദൗത്യ സംഘം ആനയെ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ട് ചെയ്തിട്ടുള്ള മാന്തുരുത്തി എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. അരുൺ സഖറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉന്നത ചീഫ് വെറ്റിനറി സർജന്മാർ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യ സ്ഥലത്തേക്ക് എത്തും. പക്ഷേ ഇതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ RRT സംഘവും ഷൂട്ടർമാരും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി നിലവിൽ ഇപ്പോൾ ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ആനയെ കൃത്യമായി തന്നെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആനയുടെ 2 കണ്ണുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആനയുടെ ശരീരത്തിൽ പലയിടങ്ങളിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ഈ ദൗത്യം, അതായത് മയക്കുവെടി വെച്ച് ആനയെ പിടികൂടിയതിനു ശേഷം പിന്നീട് നടക്കുക പരിശോധനയാണ്. കണ്ണിൻ്റെ കാഴ്ച പരിമിതിയുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കൊപ്പം തന്നെ ആനയുടെ ശരീരത്തിലെ മുറിവുകളുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തും. മുറിവുകൾ നമുക്ക് എന്തായാലും ആ കാഴ്ചകളിലേക്കൊക്കെ വരാം. ഇപ്പോൾ കുങ്കിയാനകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. PT5 ഉടൻ കാഴ്ച തിരിച്ചു കിട്ടട്ടെ.